ഹായ്. വയലൻസ്, വയലൻസ്, വയലൻസ്. ഈ വയലൻസ് കാരണം നല്ല എട്ടിൻ്റെ പണി കിട്ടിയിരിക്കുകയാണ്, അല്ലെങ്കിൽ മുട്ടൻ പണി കിട്ടിയിരിക്കുകയാണ് ഈ മാർക്കോ ടീമിന്. എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു. കാത്തിരുന്ന അവസാനം ഒരു നിധി കിട്ടിയ പോലെ ഞാനിത് റിയാക്ട് ചെയ്തിട്ടു. ഇട്ട് വിത്തിൻ സെക്കൻഡ്സ്. എങ്ങനെ? വിത്തിൻ സെക്കൻഡ്സ് 15-20 വ്യൂ വന്നപ്പോൾ ടിഷ്യൂം അടിച്ചുപോയി. ഇവരിത് ബ്ലോക്ക് ചെയ്തു. പിന്നെ അതിൻ്റെ പാട്ട് അതിന്ന് കട്ടായിപ്പോയി. അതിനുശേഷമാണ് ഇപ്പോൾ നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാം. ഞാനത് അതുപോലെ അവിടെ ഇട്ടിട്ടുണ്ട്. കാരണം അത്രയും കാത്തിരുന്ന ഒരു സാധനമാണ് ഈ ഫസ്റ്റ് സിംഗിൾ. അതുകൊണ്ട് ഞാനിടും, ഇനി ഇടും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വീണ്ടും കുറച്ച് അല്ലറച്ചിലുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്തു. അപ്പോൾ അതേ കിടക്കണം പാർഷ്യലി ബ്ലോക്ക്ഡ്. അപ്പോൾ ഞാൻ കുറച്ചേരം വെയിറ്റ് ചെയ്തിട്ട് പാർഷ്യലി ബ്ലോക്ക്ഡ് ആണെങ്കിൽ കുറച്ച് ആൾക്കാരെങ്കിലും കാണാലോ എന്ന് വെച്ചിട്ട് ഇടാൻ നിന്ന സമയത്താണ് അറിഞ്ഞത് എൻ്റെ മോനെ SME ഉണ്ടല്ലോ, സൗത്ത് മ്യൂസിക് എൻ്റർടൈൻമെൻറ്റ്സ്, അതായത് ഈ പാട്ട് വന്നിട്ടുള്ള ആ ചാനലിനെ തന്നെ ടേക്ക് ഡൗൺ ചെയ്ത, ആ വീഡിയോ തന്നെ ടേക്ക് ഡൗൺ ചെയ്ത ആര്? യൂട്യൂബ് ഡയറക്റ്റ് പണി കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് മാർക്കോൻ്റെ വീഡിയോ ബ്ലഡ് എന്ന് പറഞ്ഞ സിംഗിൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂ വരെ ഉണ്ടായി. അപ്പോൾ പിന്നെ ഞാൻ അത് പാർഷ്യലി ബ്ലോക്ക് ഉള്ളത് മാറ്റാനുള്ള ഒന്നും ചെയ്തില്ല, നേരെ വീഡിയോ പോയി ഡിലീറ്റ് ചെയ്തു. ഇല്ലെങ്കിൽ കോപ്പറേറ്റ് സ്ട്രൈക്ക് അങ്ങനെ കിട്ടിയ കഞ്ഞൂടി മുട്ടുപോയി. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ എന്ന് വെച്ചു. ഇനി എന്താണ് യഥാർത്ഥത്തിൽ ഇഷ്യൂ എന്നുള്ളതിനെ കുറിച്ച് ഒരു പോസ്റ്റ് നമ്മുടെ മാർക്കോയുടെ ടീം ഒഫീഷ്യലി പുറത്തുവിട്ടിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ വെക്കാം. കുറച്ചാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഡിയർ ഓൾ, അൺഫോർച്ചുനേറ്റ്ലി മാർക്കോ ഫസ്റ്റ് സിംഗിൾ ബ്ലഡ് യൂട്യൂബ് വീഡിയോ വാസ് ടെമ്പറലി ടേക്കൺ ഡൗൺ ഡ്യൂ ടു ക്ലെയിംസ് ദാറ്റ് കണ്ടന്റ് പ്രൊമോട്ട് എക്സ്ട്രീം വയലൻസ്. While this was never our intention, we are revising the video to meet guidelines and will re-upload it soon. Thank you for your patience and support. മാർക്കോൻ്റെ ടീം ഇട്ടിരിക്കുന്നതാണ്. അതായത് എക്സ്ട്രീം വയലൻസ് കണ്ടന്റിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബ് ഡയറക്റ്റ്ലി അതിൻ്റെ ബ്ലഡ് എന്ന് പറഞ്ഞ ഫസ്റ്റ് സിംഗിൾ വീഡിയോനെ ടേക്ക് ഡൗൺ ചെയ്തു എന്നാണ് പറഞ്ഞത്. ടെമ്പററി ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, അവർ ഗൈഡ് ലൈൻസ് ഗൈഡ് ലൈൻസ് ഒരുപാട് കാര്യങ്ങൾ നോക്കാണ്ട് ഈ വീഡിയോ ഇടുമ്പോൾ. അപ്പോൾ അതിൽ കുറേ വിഷയങ്ങൾ ഉണ്ടാകും. വയലൻസ് ഒക്കെ ഇടുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് തന്നെ അറിയാലോ. അപ്പോൾ ഒന്നും വേണ്ട, ഇതിൻ്റെ സെൻസറിങ് കിട്ടാൻ തന്നെയുള്ള ബുദ്ധിമുട്ട് എത്രമാത്രം ഉണ്ട് നിങ്ങൾക്ക് ഓരോ സിനിമകൾ വരുമ്പോഴും അറിയാം. വയലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സർട്ടിഫിക്കേഷൻ മാറും, ചില സ്ഥലങ്ങളിൽ കട്ട് ചെയ്യേണ്ടി വരും, ചിലത് ബ്ലർ ആക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ ഇതിൻ്റെ ആദ്യം ട്രെയിലർ വന്ന സമയത്ത് നമുക്ക് ആ ചെവി കടിച്ചു പറയുന്നതാണ് ക്ലിയർ ആയിട്ട് കാണായിരുന്നു. അപ്പോൾ തിയേറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്ന ട്രെയിലറുകളൊന്നും അതില്ല, ബ്ലറാക്കിയിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ ആ തല മുറിച്ചിട്ട് കൈമ തൂക്കി നടക്കുക, ഇങ്ങനെ എന്തൊക്കെയോ സ്വഭാവമാണ് മാർക്കോക്ക്. അപ്പോൾ അതൊക്കെ ബ്ലറായിട്ടാണ് കാണിക്കുന്നത്. എന്തായാലും ഇവർ പറഞ്ഞിട്ടുള്ള സാധനം ഓക്കെയാണെന്ന് ഇതോടുകൂടി, അത് സത്യമാണെന്നുള്ള ഇതോടുകൂടി നമുക്ക് ഉറപ്പിക്കാം. ദി മോസ്റ്റ് എക്സ്ട്രീം വയലൻസ് മൂവി എവർ ഹാപ്പൻഡ് ഇൻ മലയാളം ഫിലിം എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന സാധനമാണ് ഈ സിനിമ. ഹാപ്പൻഡ് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ആ സിനിമ ഇറങ്ങി ആ രീതിയിൽ തന്നെ നമുക്ക് കിട്ടണം. ഇപ്പോൾ ഹാപ്പൻഡ് ആവാൻ പോകുന്ന അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന സിനിമ എന്ന രീതിയിൽ നമുക്കിപ്പോൾ പറയാം. എന്തായാലും കിടിലൻ സാധനം തന്നെ ആയിരിക്കും, നല്ല ഡൗട്ടൊന്നുമില്ല. പക്ഷേ എക്സ്ട്രീം വയലൻസ് എന്ന് പറയുമ്പോൾ എത്രമാത്രം എക്സ്ട്രീം ലെവലിലേക്ക് ഒരു പോകും. ഇങ്ങനെ വിഷയം കിട്ടാൻ മാത്രം എന്താ അതിലുള്ളതൊക്കെ തോന്നും. പിന്നെ ഞാനിത് റിയാക്ട് ചെയ്തിട്ട സമയത്ത് ആ വീഡിയോയിൽ പ്രത്യേകിച്ച് എന്താ ഉള്ളത് എനിക്കത് മനസ്സിലായില്ല. അത് ഫുൾ വീഡിയോ പോലെ കാണിച്ചിട്ടില്ല. ജസ്റ്റ് ഓക്കെ, തോക്ക് ഉപയോഗിക്കുന്നുണ്ട്, ചോര പോകുന്നുണ്ട്, ചവിട്ടിട്ട് ചോര തെളിക്കുന്നുണ്ട്, ഓക്കെ. അതൊരു ലിറിക്കൽ വീഡിയോ ടൈപ്പല്ലേ നമുക്ക് തന്നിട്ടുള്ളത്. അതിന് ടേക്ക് ഡൗൺ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നോ എനിക്കറിയില്ല. ഇനിയിപ്പോൾ യൂട്യൂബിൻ്റെ പോളിസീസ് അങ്ങനെയാണ്. അപ്പോൾ അതിൽ എന്താണ് വന്നിട്ടുള്ളത് നമുക്കറിയില്ല. യൂട്യൂബ് പോളിസി നമ്മൾ മീറ്റ് ചെയ്തേ പറ്റൂ. അവർ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് നമ്മൾ ഫോളോ ചെയ്തേ പറ്റുള്ളൂ. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടേതായിട്ടുള്ള പല ഇഷ്യൂസ് അതിൽ ഉണ്ടായിരിക്കാം. അത് എന്തായാലും അവർ അപ്ലോഡ് ചെയ്യുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്ലോഡ് ചെയ്തിട്ട് വിഷയങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് റിയാക്ട് ചെയ്ത് വീണ്ടും ഇടുന്നതായിരിക്കും. വിഷയങ്ങളുണ്ടെങ്കിൽ ആ സോങ് അതിന് അടിച്ചു പോകും. അത് എൻ്റെ കുറ്റമല്ല എന്ന് ആദ്യമേ പറയുന്നു. സോ നിങ്ങൾ കാണുന്നതിൽ ഞാൻ ഇട്ട വീഡിയോയിൽ ഒരു പോർഷൻ കട്ടായി പോയിട്ടുള്ളത് ഇത്തരത്തിലുള്ള വിഷയമാണ്. ഒറിജിനൽ സാധനമായി പോയി, പിന്നെ നമ്മളുടെ ഡ്യൂപ്ലിക്കേറ്റ് പോകാതിരിക്കും. ഓക്കെ, അടുത്ത പറയാനുള്ളത് പുഷ്പ 2ന്റെ ട്രെയിലർ. അത് മലയാളം ട്രെയിലർ വേറെ ലെവൽ സാധനമായിരുന്നു. കുറേ ആളുകൾ ഓവറാക്കി ചെലവാക്കോ എന്നൊക്കെ ഉള്ള ചോദിച്ചിരുന്നു. ഞാനും അങ്ങനെ ഒരു സംശയം പറഞ്ഞു. പക്ഷേ എന്തൊക്കെ ഓവറാക്കിയാലും ആരൊക്കെ ചെലവാക്കിയാലും അല്ലു അർജുനാണ് മോനെ, ആ സ്വാഗാണ് മോനെ, ആ സ്ക്രീൻ പ്രസൻസ് ആണ് മോനെ, എന്താ മോനെ. അപ്പോൾ അത് അമ്മാരി സാധനമാണ്, അങ്ങനെയും ചോദിക്കരുത്, കിടലൻ സാധനമായിരിക്കും. അപ്പോൾ പുഷ്പ 2നെ കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്നാമത്തേത് കിസിക് എന്ന് പറഞ്ഞിട്ടുള്ള അതിലെ സോങ് ഈ വരുന്ന നവംബർ 24-ാം തീയതി, അതായത് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ 7:02 PM ഞാൻ നേരത്തെ മാർക്കോ പറഞ്ഞപ്പോൾ ഇന്ന് എന്നുള്ളൊരു ആവേശത്തിൽ അങ്ങ് പറഞ്ഞിരുന്നു. അതങ്ങനെയല്ല, 24-ാം തീയതിയാണ് 7:02 PM സാധനം വരും. കാത്തിരിക്കാം. എനിക്ക് തോന്നുന്നു മറ്റൊരു ആവുന്നു. എന്തായാലും നമ്മളത് വെയിറ്റ് ചെയ്യും. പക്ഷേ അതിലെ നാടിനെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടോളാം, എന്താണെന്ന് അറിയില്ല. ഭയങ്കര ഓവറാണ് എല്ലാ സിനിമയിലും. പക്ഷേ അല്ലു ഉണ്ടല്ലോ എന്നൊരു ഈ ഒരു ആശ്വാസത്തോടു കൂടി ആ സിനിമ നമ്മൾ കാണുന്നതായിരിക്കും. പിന്നെ ഇങ്ങനെയുള്ള പാട്ടാന്ന് അറിയും വേണമല്ലോ.
അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ് ഇവരൊരു നാഴികക്കല്ല് പിന്നിട്ടിട്ടുണ്ട്. എന്താണ് ഈ നാഴികക്കല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുഷ്പ 2 US പ്രീ സെയിൽ 1 മില്യൺ ആണ് ഇവർ മറികടന്നിരിക്കുന്നത്. 1 മില്യൺ US പ്രീ സെയിൽ. എൻ്റെ അമ്മോ, അത് 2 ദിവസം മുമ്പ് ഒന്നും ഓർത്ത് കേട്ടോ. ഇനിയിപ്പോൾ എന്താവും എന്നറിയില്ല. ഇനി അതിൻ്റെ മുകളിലേക്ക് പോകുന്ന അവർ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത് തന്നെയാണ് 1 മില്യൺ ഒന്നും അല്ല അതിൻ്റെ വില പോകുന്നത്. ചിലപ്പോൾ 2 മില്യൺ വരെ ആയേക്കാം. എന്തായാലും അത് വൻ സംഭവമാണ്. അപ്പോൾ ഈ രണ്ടുമാണ് നമുക്ക് പുഷ്പ 2നെ കുറിച്ച് പറയാനുള്ളത്. ആൻഡ് പുഷ്പ 2 ഇസ് ഗുണ അത് വൈൽഡ് ഫയർ. ബാറോസിന്റെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. ജസ്റ്റ് അത് മാത്രമേ പറയാനുള്ളൂ. ബാറോസിന്റെ ട്രെയിലറിന്റെ മിക്സഡ് റിവ്യൂസ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ചില ആളുകൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല, ചില ആളുകൾ ഭയങ്കര സംഭവമായിട്ട് കാണുന്നുണ്ട്, എന്നാൽ ചില ആളുകൾ ഒരു എക്കച്ചക്കയിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ ആകെ ഒരു മിക്സഡ് റിവ്യൂ. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാനത് കണ്ടപ്പോൾ തന്നെ റിവ്യൂവിൽ പറയും ചെയ്തിരുന്നു, ഇത് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനമാണ്. നമ്മൾ ആ മൈൻഡിൽ തന്നെ അതിനെ അപ്രോച്ച് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് യാതൊരു ഡിസപ്പോയിൻമെൻ്റ് ആവശ്യമില്ല. അത് അവർ തന്നെ പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയാണ്. ഒരു മാജിക് കാണുന്ന പോലെ, ഒരു 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 ഫെയറി ടെയിൽ എന്നൊക്കെ പറയുന്ന രീതിയിലൊരു സംഭവം ആണ് ഇവർ തരാൻ ഉദ്ദേശിക്കുന്നത്. അതിലെ VFX എന്ന് പറയുന്നത് എല്ലാവരും പറഞ്ഞു എന്താണ് വെർച്വൽ 3D ഇഫക്റ്റും കാര്യങ്ങളൊക്കെയാണെന്നുള്ളത്. അതൊക്കെ പിന്നെ നമ്മൾ മൊബൈലിൽ കാണുമ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് അറിയാൻ കഴിയില്ല. വലിയ സ്ക്രീനിലൊക്കെ ഇട്ട് കാണുമ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടാവാം ഏറെക്കുറെയൊക്കെ. ഇന്നലെ 3D ഗ്ലാസ് ഒക്കെ ഇട്ട് കാണുന്ന സമയത്ത് ഒരു വൺ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. അതിലൊന്നും യാതൊരു ഡൗട്ടും ഇല്ല. പിന്നെ ലാലേട്ടൻ കുറേ സ്ഥലങ്ങളിലെ പെർഫോമൻസ്, ചില കളർ ഗ്രേഡിങ്സ് കാണാൻ രസമുണ്ട്. എന്നാൽ ചിലതിലൊക്കെ നമുക്കും ചില അപാകതകൾ തോന്നിയിട്ടുണ്ട്. പക്ഷെ ജസ്റ്റ് ട്രെയിലറാണ്, അത് ജസ്റ്റ് കട്ട്സ് നമുക്ക് അവിടെ തന്നിട്ടുള്ളതാണ്. സിനിമ 2.5 മണിക്കൂർ 3 മണിക്കൂറുള്ള ഒരു സിനിമ നമ്മൾ കാണുന്ന സമയത്ത് അപ്പോഴേ നമുക്ക് എക്സാക്ട്ലി ഇത് എന്താണെന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. ഇവിടെ പോസ്റ്ററിൽ ലാലേട്ടൻ, ആ ചെറിയ കുട്ടി, പക്ഷേ എനിക്ക് തോന്നുന്നു അത് ഇതിലിപ്പോൾ ഇതിലെ മെയിൻ ക്യാരക്ടർ എല്ലാം തോന്നുന്നുണ്ട്. അതായത് ഗാമയുടെ നിധിയുടെ അവകാശിയെ തേടിയിട്ടുള്ള ഒരു കാത്തിരിപ്പാണല്ലോ ബറോസിൻ്റെത്. അപ്പോൾ ആ വരുന്ന കുട്ടീനെ നമ്മൾ ട്രെയിലറിൽ കണ്ടു. പക്ഷെ ആ കുട്ടീൻ്റെ ചെറുപ്പമാണോ അത് വേറെ ഏതെങ്കിലും കഥാപാത്രമാണോ എന്നറിയില്ല. ആ കുട്ടീനെ അവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ അതിലുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ, നമ്മുടെ ചിയാൻ വിക്രത്തിൻ്റെ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയൊരു സിനിമ ഉണ്ടല്ലോ തങ്കലാൻ, അതിലെ പോലെ വേഷം ധരിച്ചിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. മേ ബി കങ്കോയിലെ ചില വേഷം പോലെയും തോന്നാം. പക്ഷെ കങ്കോ ഞാൻ ഇവിടെ അടുത്ത് പറയുന്നില്ല, എന്തിനാ വെറുതെ. അപ്പോൾ ബാറോസ് കട്ട വെയിറ്റിംഗ് ആണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. ഈ 3 സിനിമയും ഞാൻ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ്. ബാറോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എക്സ്പെരിമെൻ്റൽ മൂവി എന്ന രീതിയിൽ, അല്ലെങ്കിൽ മലയാളത്തിൽ ആദ്യമായി ഇത്രയും നല്ലൊരു ഫാൻറ്റസി മൂവി ഇവർ പ്രസൻറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു എബോ ആവറേജ് ഫീലെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയൊരു നേട്ടമായിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത്. അപ്പോൾ അധികം ഹൈപ്പൊന്നും ഞാൻ ആ സിനിമയ്ക്ക് കൊടുക്കുന്നില്ല. ഒട്ടും ഹൈപ്പില്ലാതെ തന്നെയാണ് പോയി കാണാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണത് കമൻറ്റിൽ രേഖപ്പെടുത്തി വിശ്വസിക്കുന്നു. പുഷ്പ 2 ഓഫ് കോഴ്സ് ഓൺലി ഫോർ മല്ലു അർജുൻ കണ്ടിരിക്കും. എന്തൊക്കെ പറയില്ല, എത്ര ഓവറാണെങ്കിലും എത്ര കറക്റ്റ് ആണെങ്കിലും കണ്ടിരിക്കും. അടുത്തത് മാർക്കോ. ഇങ്ങനെയൊക്കെ അവർ കാണിക്കണമെങ്കിൽ, ഇങ്ങനെ കട്ട് ചെയ്യണമെങ്കിൽ, ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരണമെങ്കിൽ എന്തോ ഇതിലുണ്ട്. അതെന്താണെന്നറിയാൻ ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി തന്നെ കാണും. നിങ്ങളും ഇങ്ങനെയാണോ, അതോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ളതൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ വീഡിയോ എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചെയ്യുക.